നിലമ്പൂർ ഇലക്ഷനിലും പണി കിട്ടാൻ പോകുന്നത് വി ഡി സതീശനാണ്. കാരണം ഇതുപോലെ തന്നെ ഉയർച്ചയും കിട്ടും. ഇവിടെ അൻവറിനെ ഒതുക്കി പാർട്ടിയിലെടുക്കാതെ മുന്നണിയിലെടുക്കാതെ ഇലക്ഷനെ നേരിടുകയാണ്. ഈ നേരിടുമ്പോൾ ഇവിടെ ജയിച്ചില്ലെങ്കിൽ ഈ UDF മുന്നണിയിൽപ്പെട്ട എല്ലാ ആളുകളും വി ഡി സതീശനെതിരെ വിരൽ ചൂണ്ടും. നിങ്ങൾ കാരണമാണ്, അല്ലെങ്കിൽ ആ അൻവറിനെ ഇതിനകത്ത് എടുത്തായിരുന്നെങ്കിൽ നമ്മൾ ജയിച്ചേനെന്ന് പറയും. തിരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വൻ വിജയം ഉണ്ടായി കഴിഞ്ഞാൽ വി ഡി സതീശന് വീണ്ടും ഒരു പൊൻതൂവൽ കൂടി വരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞ മാതിരി തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. വി ഡി സതീശൻ്റെ ഫോർമുലയാണ് ശരി. ഇതുപോലെ തന്നെ വേണം പോകാൻ. വി ഡി സതീശനാണ് ഇവിടെ മുഖ്യമന്ത്രി ആവേണ്ടത്. ഇങ്ങനെ പല കാര്യങ്ങളും വി ഡി സതീശന് ഒരു കിരീടം പോലെ, തലയിൽ ഒരു കിരീടം പോലെ വന്നു ചേരും. തിരിച്ചാണെങ്കിൽ ഇതുപോലെ തന്നെ എല്ലാവരും ക്രൂശിക്കുകയും ചെയ്യും. കാരണം വി ഡി സതീശൻ്റെ ഒരു ഫോർമുല അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഈ പുതിയ എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും വി ഡി സതീശന് അതിൻ്റേതായ ഒരു മികവ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആ മികവെല്ലാം നഷ്ടപ്പെടും, എല്ലാം നഷ്ടപ്പെടും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അൻവറിനെ എടുക്കാത്തത് കൊണ്ടാണ് പാർട്ടി തോറ്റേ, അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി തോറ്റേ തരും. പക്ഷേ ജയിക്കാനുള്ള സാധ്യത, പക്ഷേ ഇത് ജയിച്ചില്ലെങ്കിൽ പണി കിട്ടും. വി ഡി സതീശൻ്റെ ഫോർമുലയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രി ആവേണ്ടത്. നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശനെയാണെന്ന് എല്ലാവരും കൂടി ഉറപ്പാക്കും. അപ്പോൾ ഒരു പ്രത്യേക ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ഈ വി ഡി സതീശനാണ് ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യം. നന്മയും തിന്മയും അദ്ദേഹത്തിന് ലഭിക്കാൻ സാധ്യതയുള്ളൊരു ഇലക്ഷനാണത്.